So, upon the module 5, we discuss module 5 different types of pollutants. Different types of pollutants in pollutants are air pollutant, water pollutant, land pollutant. That's why we discuss climatic change. Climatic change on what are the reasons behind climatic change? And ozone depletion. And then ozone depletion what are the reasons behind ozone depletion? Deforestation, and how deforestation will affect land degradation. So ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് environmental impact assessment. So what is an environmental impact assessment study and why it is necessary for environmental impact study? പിന്നെ environmental impact study procedures എന്താണ്? What are the advantages? ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി 5th മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റിന്റെ പേര് എന്തായിരുന്നു? എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് എന്നായിരുന്നു. അപ്പൊ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് ആണെന്ന് പറയുന്നതിന് മുന്നേ നമ്മൾ എന്തൊക്കെ പഠിച്ചു? വൈ ഇറ്റ് ഈസ് നെസസറി? ബിക്കോസ് എന്താണ്, നമുക്ക് ഒരു ഫാക്ടറി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരു ഫാക്ടറി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും? ആ ഫാക്ടറിയിൽ നിന്ന് ഒരുപാട് ടൈപ്പ് പൊല്യൂട്ടന്റ് ഉണ്ടാവും. ഇറ്റ് ക്യാൻ ബി എ വാട്ടർ പൊല്യൂട്ടന്റ്, ഇറ്റ് ക്യാൻ ബി സോളിഡ് പൊല്യൂട്ടന്റ്, ഇറ്റ് ക്യാൻ ബി എ ഗേഷ്യസ് പൊല്യൂട്ടന്റ്. അത് കണക്ക് തന്നെ എന്തുണ്ടാവും? ഫാക്ടറീസിന്റെ മെഷീൻസ് ഓപ്പറേറ്റ് ചെയ്യുമ്പോഴുള്ള സൗണ്ട്, ഇറ്റ് ക്യാൻ കോസ് നോയിസ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇനി ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റഡി എന്താണെന്ന് പറയാൻ പോകുന്നത്. ആൻഡ് വൈ ഇറ്റ് ഈസ് നെസസറി ഫോർ ആൻ എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റഡി ഇൻ ദ പ്രസന്റ് സിനാരിയോ. ഓക്കെ, അപ്പൊ നമ്മൾ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്. ഫസ്റ്റ് നമ്മൾ എന്താണ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് നോക്കാൻ പോവാണ്. It is the process which ensures that all environmental matters are taken into account quite early in the project at the planning process itself. It takes into consideration not only technical and economical considerations, but also traditional aspects like impact on local people, biodiversity, etc. ഇപ്പോൾ ഒരു ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യാണ്, ഫോർ എക്സാമ്പിൾ മിനറൽ വാട്ടർ പ്ലാന്റ്, ഒരു മിനറൽ വാട്ടർ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇപ്പൊ ഫാക്ടറി ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ എന്താണ് ലോക്കൽ ബോഡിയിൽ നിന്ന് പെർമിഷൻ കിട്ടണം, അതിന് വേണ്ട സാങ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ആ സാങ്ഷൻ കിട്ടുന്നതിന് മുന്നേ ആ ഒരു ഫാക്ടറി അവിടെ കൺസ്ട്രക്ട് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും എൻവയോൺമെന്റൽ ഇമ്പാക്ട്സ് ഉണ്ടാകുമോ? ഇമ്പാക്ട്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ലോ ലൈങ് ഏരിയാസിലാണ്, സോയിലിന്റെ ബിയറിംഗ് കപ്പാസിറ്റി കുറഞ്ഞിട്ടുള്ള ലോ ലൈങ് ഏരിയാസിലാണ്, അല്ലെങ്കിൽ എക്കണോമിക്കലി എൻവയോൺമെന്റ് ഒരുപാട് വീക്ക് ആയ ഒരു സ്ഥലത്താണ് നമ്മൾ ഫാക്ടറി കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ ഒരുപാട് അഡ്വേഴ്സ് ഇഫക്ട്സ് ഉണ്ടാവും. അതേ കണക്കും ഇതിനകത്ത് എന്തുണ്ടാവും? ലിക്വിഡ് പൊല്യൂട്ടൻസ് ഉണ്ടാവും. ആ പൊല്യൂട്ടൻസ് നിയർ ബൈ വാട്ടർ സോഴ്സിലേക്കാണോ നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നത്? അങ്ങനെയുള്ള എല്ലാ സ്റ്റഡീസും നടത്തിയതിനു ശേഷമായിരിക്കും എന്ത് ചെയ്യുന്നത്? ആ പ്രോജക്റ്റിന് അപ്രൂവൽ കൊടുക്കുന്നത്. അപ്പോൾ എന്താണ്, ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആ ഒരു പ്രോജക്റ്റ് കൊണ്ട് എന്തെങ്കിലും അഡ്വേഴ്സ് ഇഫക്ട് അവിടുത്തെ എൻവയോൺമെന്റിനോ അതിനടുത്തുള്ളോ ഉണ്ടാകുവാണെങ്കിൽ അതിനെപ്പറ്റിയുള്ള പ്രീവിയസ് സ്റ്റഡിയാണ് നമ്മൾ എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റഡി എന്ന് പറയുന്നത്. സോ വൈ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡി? It is intended to prevent or minimize potentially adverse environmental impacts and enhance the overall quality of a project. അപ്പോൾ നമ്മൾ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആ പ്രോജക്റ്റ് കൊണ്ട് എന്തെങ്കിലും അഡ്വേഴ്സ് ഇഫക്ട്സ് ഉണ്ടാകുമോ എന്നുള്ള സ്റ്റഡി നടത്തുവാണ്. അങ്ങനെ എന്തെങ്കിലും അഡ്വേഴ്സ് ഇഫക്ട്സ് ഉണ്ടാകുവാണെങ്കിൽ അതിനെ ഓവർകം ചെയ്യാനായിട്ടുള്ള മെഷേഴ്സ് അഡോപ്റ്റ് ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു ഫാക്ടറി കൺസ്ട്രക്ട് ചെയ്യണം, ആ ഫാക്ടറിയിൽ നിന്ന് എന്തുണ്ടാവും? ലിക്വിഡ് പൊല്യൂട്ടൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ലിക്വിഡ് പൊല്യൂട്ടൻസ് എന്ത് ചെയ്യണം? പുറത്തേക്ക് ഡിസ്ചാർജ് ചെയ്യണം. അപ്പൊ പുറത്തേക്ക് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുന്നേ അതിനകത്തുള്ള ഹാർംഫുൾ ഇൻഗ്രീഡിയൻസ് അതെന്ത് ചെയ്യണം? അത് ട്രീറ്റ് ചെയ്യണം. ട്രീറ്റ് ചെയ്ത് എന്താണ് ഒരു പ്യൂറസ്റ്റ് ഫോം ഓഫ് വാട്ടർ, അല്ലെങ്കിൽ ഒരുപാട് ഹാർംഫുൾ വേസ്റ്റ് അല്ലാത്ത രീതിയിൽ വേണം പുറത്തേക്ക് തള്ളാനായിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും നിയർ ബൈ വാട്ടർ റിസോഴ്സിലേക്ക് അത് സ്പ്രേ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പോകുമ്പോൾ. ഇനി അതിനൊക്കെ അത് കണക്ക് തന്നെ എന്തെങ്കിലും സോളിഡ് പൊല്യൂട്ടൻസ് വരുവാണ്. സോളിഡ് പൊല്യൂട്ടൻസ് വരികയാണെങ്കിൽ എന്തായിരിക്കണം ചെയ്യേണ്ടത്? അതിനെ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കാം. റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് റീസൈക്കിൾ ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും വേറൊരു കാര്യങ്ങൾക്ക് വേണ്ടി ഇത് ഉപയോഗിക്കാൻ പറ്റും, വേറെ എന്തെങ്കിലും മാനുഫാക്ചറിങ് പ്രോസസ്സിന് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ രീതിയിലേക്ക് അത് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് നോക്കുന്നത്
The main benefits of environmental impact assessment. What are the benefits or advantages of an environmental impact assessment study? So lower project cost in the long term run. അപ്പോൾ നമ്മളൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അതുകൊണ്ടുണ്ടാകുന്ന എല്ലാ അഡ്വാൻറ്റേജസും അല്ല എന്തെങ്കിലും അഡ്വേഴ്സ് ഇഫക്ട്സ് ഉണ്ടോ അതൊക്കെ സ്റ്റഡി ചെയ്ത് അത് ഓവർകം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഡിസൈൻ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മൾ ഒരു പ്രോജക്റ്റ് റൺ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എന്താണ് കറക്ഷൻസിന് പകരം ആദ്യമേ തന്നെ കറക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ലോവർ പ്രോജക്റ്റ് കോസ്റ്റ് ആയിരിക്കും. നെക്സ്റ്റ് വൺ, ഇൻക്രീസ്ഡ് പ്രോജക്റ്റ് അക്സെപ്റ്റൻസ്. അപ്പോൾ ഒട്ടും എൻവയോൺമെന്റൽ ഹസാർഡ് അല്ലാത്ത രീതിയിലാണ് നമ്മുടെ ആ ഒരു ഇൻഡസ്ട്രി റൺ ചെയ്യുന്നതെങ്കിൽ ഇതാണ് ആ പ്രോജക്റ്റിന് ഒരുപാട് അക്സെപ്റ്റൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ എന്തായിരിക്കും കണ്ടിന്യൂസ് ആയിട്ടുള്ള സമരങ്ങളും പിന്നെ കോടതി കേസുകളും ഒക്കെ വരും. ഇംപ്രൂവ്ഡ് പ്രോജക്റ്റ് ഡിസൈൻ. ഒരു നല്ലൊരു എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരു നല്ല പ്രോജക്റ്റ് ഡിസൈൻ പ്രപ്പോസ് ചെയ്യാനായിട്ട് പറ്റും. ഇൻഫോംഡ് ഡിസിഷൻ മേക്കിംഗ്, environmentally sensitive decisions, increased accountability and transparency, reduced environmental damage. അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ്. ഇറ്റ് വിൽ റെഡ്യൂസ് ദ എൻവയോൺമെന്റൽ ഡാമേജ്. നെക്സ്റ്റ് പറഞ്ഞു ഇംപ്രൂവ്ഡ് ഇന്റഗ്രേഷൻ ഓഫ് പ്രോജക്ട്സ് ഇൻ ടു ദർ എൻവയോൺമെന്റ് ആൻഡ് സോഷ്യൽ സെറ്റിംഗ്സ്. Which type of projects undergo environmental impact study? ഏതൊക്കെ പ്രോജക്ട്സ്, അപ്പോൾ ഇന്ത്യയിൽ ഏതൊക്കെ പ്രോജക്ട്സിന് നമ്മൾ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡി നടത്തണം? ഫസ്റ്റ് വൺ, അഗ്രികൾച്ചർ. അപ്പൊ അഗ്രികൾച്ചർ ഇപ്പൊ നമുക്കറിയാം നമ്മൾ ഒരുപാട് മെക്കനൈസ്ഡ് ഫോം ഓഫ് അഗ്രികൾച്ചർ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ലാൻഡ് ഡീഗ്രഡേഷൻ പറഞ്ഞപ്പോൾ ഒരുപാട് മെക്കനൈസേഷൻ ഇൻ അഗ്രികൾച്ചറൽ ഫീൽഡ്, ഒരുപാട് മെഷീൻസ് ഒക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ സോയിലിന്റെ പ്രൊഡക്ടിവിറ്റി ഒക്കെ നശിച്ചു പോകുന്നെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ എന്താ ട്രാക്ടേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് സോയിലിന് ഒരുപാട് നമ്മുടെ ഡെപ്തിലേക്ക് എന്താണ് സോയിലിന് ഒരുപാട് ഹാംഫുൾ ആയിട്ട് രീതിയിൽ യൂസ് ചെയ്യുന്ന മെഷീൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാം. അപ്പോൾ അതാണ് അഗ്രികൾച്ചറിൽ പറയുന്നത്. ഈ കൺസ്ട്രക്ഷൻ ഫെസിലിറ്റീസ്, സോ കൺസ്ട്രക്ഷൻ ഓഫ് റോഡ് നെറ്റ്വർക്ക്, മോൾസ് എന്ന് വെച്ചാൽ ഹൈ റൈസ് ബിൽഡിങ്സ്, ടൗൺഷിപ്സ്, ഡാംസ് എക്സെട്ര. അപ്പൊ ഇങ്ങനെയുള്ള കൺസ്ട്രക്ഷൻസ് ഒക്കെ ചെയ്യുന്നതിന് മുന്നേ അതിന്റെ ഒരു എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡി നടത്തണം. തേർഡ് വൺ, ഇൻഡസ്ട്രീസ്. നെക്സ്റ്റ് വൺ, ഇലക്ട്രിക്കൽ പ്രോജക്ട്സ്. നെക്സ്റ്റ് വൺ, വേസ്റ്റ് ഡിസ്പോസൽ. Next one, any development projects around protected areas or natural preserves. Protected areas. ഇപ്പോൾ ചില സ്ഥലങ്ങൾ എന്തായിരിക്കും environmental protected areas ആയിരിക്കും. Last one, clean development mechanisms. അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഒരു എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡി എന്താണ് കമ്പൽസറി ആയിട്ട് നടത്തണം. നമ്മളൊരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഒക്കെ ചെയ്യാൻ നേരത്ത് നമ്മൾ എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റഡീസ് ഒന്നും നടത്താറില്ല. പക്ഷേ എന്താണ് വലിയ ടൗൺഷിപ്സോ അല്ലെങ്കിൽ മോൾസോ ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുവാണെങ്കിൽ അവിടെ ഒരു എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡി നടത്തിയിട്ട് വേണം കൺസ്ട്രക്ട് ചെയ്യാനായിട്ട്. The Environmental Impact Assessment Directive. It requires projects likely to have a significant effect on environment by virtue of their nature or location to undergo an environmental assessment before the competent authority in question grant concern. The Environmental Impact Assessment Directive defines a project as the execution of construction work or other installations or schemes, other interventions in the natural surroundings and landscape, including those involving in the extraction of resources. The Environmental Impact Assessment Directive. എന്തൊക്കെയാണ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് ഡിറക്റ്റീവിനകത്ത് വരുന്നത് നോക്കിക്കേ. ഇറ്റ് ഷുഡ് ഐഡന്റിഫൈ, ഡിസ്ക്രൈബ് and assess the direct and indirect effect of a project on the following factors. So ഒരു പ്രോജക്റ്റ് ഇപ്പോൾ ഏത് പ്രോജക്റ്റ് ആയാലും അത് എന്തൊക്കെ കാര്യങ്ങളെ എഫക്ട് ചെയ്യുന്നുള്ള സ്റ്റഡി. അപ്പൊ അതിനുള്ള കുറച്ചൊരു എക്സാമ്പിൾസ് ആണ്. ഏതൊക്കെ ഫാക്ടേഴ്സ്? ഹ്യൂമൻ ബീങ്സ്. കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഹ്യൂമൻ ബീങ്സ്, ഇപ്പോൾ ഒരു ഇൻഡസ്ട്രി കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്താണ് ആൾപ്പാർപ്പുള്ള ഏരിയയിലൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഹ്യൂമൻ ബീങ്സിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു? ഇപ്പോൾ ഗേഷ്യസ് പൊല്യൂട്ടൻസ് എന്താണ് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ എന്താണ് LGയുടെ പ്ലാന്റില്ല, വിശാഖപട്ടണം LGയുടെ പ്ലാന്റിൽ നിന്ന് പോയിസണസ് ഗ്യാസ് എമിറ്റ് ചെയ്ത് ഒരുപാട് ആൾക്കാർ മരിക്കും, ഒരുപാട് പേർക്ക് ഹെൽത്ത് എഫക്ട് ഉണ്ടായി. അപ്പൊ എന്താണ് അവിടെ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡി ഒക്കെ നടത്തിയിട്ടാണ് അവർ ആ ബിൽഡിംഗ് ആ ഒരു ഫാക്ടറി കൺസ്ട്രക്ട് ചെയ്തത്. പക്ഷെ ഫാക്ടറിയിൽ ഉണ്ടായ എന്താണ് ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ കാരണമാണ് പോയിസണസ് ഗ്യാസ് പുറത്തേക്ക് വന്നത്.
അപ്പോൾ എന്താണ്, ഇൻ കേസ് ഓഫ് any ആക്സിഡൻസ് എന്ത് ചെയ്യണം, അവിടുത്തെ ഹ്യൂമൻ ബീങ്സിനെ പ്രൊട്ടക്ട് ചെയ്യണം. 100% എല്ലാം മെക്കനൈസ്ഡ് ആണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അവിടെ ആ ഒരു പോയിസണസ് ഗ്യാസ് എമിറ്റ് ചെയ്തു, എന്തോ ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം പോയിസണസ് ഗ്യാസ് എമിറ്റ് ചെയ്ത് കഴിഞ്ഞാലും അവിടുത്തെ ഹ്യൂമൻ ബീങ്സിനെ അഫക്ട് ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ എന്താണ്, ആ പോയിസണസ് ഗ്യാസ് എന്താണ്, ഇൻ കേസ് ഓഫ് any ആക്സിഡൻസ് അവിടുത്തെ നിയർ ബൈ സറൗണ്ടിങ്സ് ഏരിയാസിനെ പ്രൊട്ടക്റ്റഡ് ആകാനൊക്കെയുള്ള ഫയർ അലാംസോ അല്ലെങ്കിൽ ഗ്യാസസ് എമിറ്റ് ചെയ്യുന്നത് ട്രോപ്പോസ്ഫിയറിന് മുകളിലുള്ള റീജിയൻസ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ ശ്വസിക്കുന്ന എയർ എവിടെ നിന്നാണ്? ട്രോപ്പോസ്ഫിയർ റീജിയനിൽ നിന്നാണ് ശ്വസിക്കുന്നത്. അപ്പോൾ ഈ എഫ്ലുവന്റ് ഗ്യാസസ് ട്രോപ്പോസ്ഫിയറിന് മുകളിൽ സ്ട്രാറ്റോസ്ഫിയറിക് റീജിയനിലേക്കാണ് ഈ ഗ്യാസ് പമ്പ് ചെയ്യുന്നത്. പെട്ടെന്ന് ഹ്യൂമൻസിനെ എഫക്ട് ചെയ്യില്ല. അപ്പോൾ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു ഫാക്ടറി കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫാക്ടറിയിൽ നിന്ന് വരുന്ന സ്മോക്ക് ട്രോപ്പോസ്ഫിയറിന് മുകളിൽ സ്ട്രാറ്റോസ്ഫിയറിക് റീജിയൻസിലായിരിക്കണം അത് എമിറ്റ് ചെയ്യേണ്ടത്. ഇത്രയും മിനിമം ഹൈറ്റ് പ്രൊവൈഡ് ചെയ്യണം. ഒരു ഫാക്ടറി കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഫാക്ടറിയുടെ ചിമ്മിനീസിന് ഒരു മിനിമം ഹൈറ്റ്, നമ്മൾ ശ്വസിക്കുന്ന വായുവായിട്ട് ആ സ്മോക്ക് മിക്സ് ആകാതിരിക്കാനുള്ള ഹൈറ്റ്സ് ഒക്കെ അഡോപ്റ്റ് ചെയ്യണം. അപ്പോൾ അതാണ് ആദ്യം പറഞ്ഞത്. നെക്സ്റ്റ് വൺ, ഫ്ലോറ ആൻഡ് ഫോണ. ഫ്ലോറ ആൻഡ് ഫോണ എന്ന് വെച്ചാൽ പ്ലാന്റ് സ്പീഷീസ് ആണ്. അവിടുത്തെ നിയർ ബൈ പ്ലാന്റ് സ്പീഷീസ് ഒരുപാട് പൊല്യൂട്ടൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ പ്ലാന്റ് സ്പീഷീസിനെയൊക്കെ അത് അഡ്വേഴ്സ് ആയിട്ട് അഫക്ട് ചെയ്യും. നെക്സ്റ്റ് വൺ, സോയിൽ, വാട്ടർ ആൻഡ് എയർ. അപ്പൊ സോയിലിനെയും വാട്ടറിനെയും എയറിനെയൊക്കെ എങ്ങനെ അഫക്ട് ചെയ്യും നമ്മൾ ഓരോ മോഡ്യൂളിലും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. ക്ലൈമറ്റ് ആൻഡ് ദ ലാൻഡ്സ്കേപ്പ്. ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരുപാട് ഗേഷ്യസ് പൊല്യൂട്ടൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഗ്ലോബൽ വാർമിങ്ങിനൊക്കെ കാരണമാകുന്നു. സോ അതാണ് പറയുന്നത്. മിനറൽ അസറ്റ്സ്, കൾച്ചറൽ ഹെറിറ്റേജ്. ലാസ്റ്റ് വൺ, ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഓൾ ദ എബോവ് ഫാക്ടേഴ്സ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഹിസ്റ്ററി ഓഫ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റഡീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള എന്താണ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റഡീസിന്റെ ഒരു ഹിസ്റ്ററി നമ്മൾ നോക്കുവാണ്. അപ്പോൾ ഇന്ത്യയിൽ എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യുന്നത് 1976-77 ആ ഒരു സമയത്താണ്. When Planning Commission asked the Department of Science and Technology to examine river valley projects from the environmental angle. അപ്പോൾ റിവർ വാലി പ്രോജക്ട്സ് എൻവയോൺമെന്റിനെ എങ്ങനെ ഹാം ചെയ്യുന്നു, അല്ലെങ്കിൽ എൻവയോൺമെന്റ് എന്തെങ്കിലും ഹാംഫുൾ എഫക്ട്സ് കോസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു സ്റ്റഡീസ് നടത്തുന്നതാണ് നമ്മുടെ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റിന്റെ ഒരു സ്റ്റാർട്ടഡ് ഇൻ 1976-77. ബട്ട് ടിൽ 1994 അതെന്തായിരുന്നു, ജസ്റ്റ് ഒരു സ്റ്റഡീസ് മാത്രമായിട്ടേ പോയുള്ളൂ. But in 1994, environmental clearance from central government was an administrative decision which lacked legislative support. On 27 January 1994, Union Minister of Environment and Forests, Government of India, under Environment Protection Act 1986, promulgated environmental impact assessment notification, making environmental clearance mandatory for expansion or modernization of any activity for setting up new projects listed in the Schedule 1 of notification, which has been amended more than 12 times. അപ്പോൾ 1994 27 January 1994 എന്ത് ചെയ്യുന്നത്, എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റഡി ഈസ് മെയ്ഡ് മാൻഡേറ്ററി ഫോർ any projects. 27 January 1994. ഇനി എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് ക്ലിയറൻസ് ഏതൊക്കെ പ്രോജക്ട്സിന് വേണം? ജസ്റ്റ് ടോട്ടൽ EIA ക്ലിയറൻസ് ഇസ് റിക്വയർഡ് ഫോർ 32 കാറ്റഗറീസ് ഓഫ് ഡെവലപ്മെന്റ് വർക്ക്. 32 കാറ്റഗറീസ് ആണ് മെയിൻ ആയിട്ട് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ മൈനിങ് വർക്ക്സ്, നെക്സ്റ്റ് വൺ തെർമൽ പവർ പ്ലാന്റ്, റിവർ വാലി വർക്ക്സ്, infrastructure such as road, highway, port, harbor, airport, etc. Industries including very small electroplating or foundry units. So ഇത്രയും ഇൻഡസ്ട്രീസിന്റെ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ റോഡിന്റെ കൺസ്ട്രക്ഷൻസ് ഒക്കെ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡി കമ്പൽസറി ആയിട്ട് വേണം. ഫോർ മൈനിങ് ആക്ടിവിറ്റീസ്, തെർമൽ പവർ പ്ലാന്റ്സ്, റിവർ വാലി പ്രോജക്ട്സ്, ഇൻഫ്രാസ്ട്രക്ചർ, industries including very small electroplating, or foundry units. അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്കും എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റഡി കമ്പൽസറി ആയിട്ട് വേണം. ഓക്കെ, ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ?
ഇത്രയും പറഞ്ഞതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? So please respond. എന്തെങ്കിലും ഒന്ന് പറഞ്ഞാലേ എനിക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ. Yes, sir. മനസ്സിലായി സർ. So next, the main steps in environmental impact assessment process. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഒരുപാട് തവണ എന്ന് വെച്ചാൽ നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാം നടത്തുമ്പോഴൊക്കെ ഇതിനകത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. The main steps in environmental impact. നമുക്ക് 5 സ്റ്റെപ്സ് ആണുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് സ്ക്രീനിങ്, സെക്കൻഡ് സ്റ്റെപ്പ് സ്കൂപ്പിംഗ്, തേർഡ് വൺ പ്രഡിക്ഷൻ ആൻഡ് മിറ്റിഗേഷൻ, ഫോർത്ത് വൺ മാനേജ്മെന്റ് ആൻഡ് മോണിറ്ററിംഗ് ആൻഡ് ഫിഫ്ത്ത് വൺ ഓഡിറ്റ്. അപ്പൊ ഇത്രയും സ്റ്റെപ്സ് ആണ് ഒരു എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത്. 5 സ്റ്റെപ്സ് ആണുള്ളത്. ഇത് ഫസ്റ്റ് സ്റ്റെപ്പിനെയാണ് സ്ക്രീനിങ് പ്രോസസ്. സ്ക്രീനിങ് പ്രോസസ് എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്കൊരു പ്രോജക്റ്റ് വന്നു, ആ പ്രോജക്റ്റിന് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡി നടത്തണോ വേണ്ടയോ എന്നുള്ളതാണ് സ്ക്രീനിങ് പ്രോസസ് എന്ന് പറയുന്നത്. സ്കോപ്പിംഗ് പ്രോസസ്സിനകത്ത് നമുക്ക് ഏതൊക്കെ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡിയാണ് ആദ്യമേ നടത്തേണ്ടത്. ഇപ്പോൾ നമുക്ക് എന്താണ് ഒരു ഫാക്ടറി ആണെങ്കിൽ അതിനകത്ത് ഫാക്ടറിയുടെ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ അതിനകത്ത് ഏത് എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റഡീസ് നമ്മൾ ആദ്യമേ നടത്തണം, അതാണ് നമ്മൾ സ്കോപ്പിങ്ങിനകത്ത് വരുന്നത്. പിന്നെ പറയുന്നത് പ്രഡിക്ഷൻ ആൻഡ് മിറ്റിഗേഷൻ. അപ്പോൾ എന്തൊക്കെ എൻവയോൺമെന്റൽ ഇമ്പാക്ട്സ്, എന്തൊക്കെ അഡ്വേഴ്സ് ഇഫക്ട്സ് വരാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ തേർഡ് സ്റ്റെപ്പിൽ പറയുന്നത്. ഫോർത്ത് വൺ ആണ് മാനേജ്മെന്റ് ആൻഡ് മോണിറ്ററിംഗ്, ഫിഫ്ത്ത് വൺ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ സ്ക്രീനിങ് ആൻഡ് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്ക്രീനിങ് ആൻഡ് സ്കോപ്പിംഗ് എന്നൊക്കെ ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ സ്ക്രീനിങ് ആൻഡ് സ്കോപ്പിംഗ്. Screening often results in categorization of the project and form. This is a decision made out on whether or not a full EIA is to be carried out. ഒരു എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റഡി നടത്തണോ വേണ്ടയോ, നടത്തുകയാണെങ്കിൽ തന്നെ ഫുൾ എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റഡി നടത്തണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോർഷന്റെ മാത്രം നടത്തിയാൽ മതിയോ, അതാണ് സ്ക്രീനിങ് പ്രോസസ്. ഒരു ഒരു ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യാണ്, ആ ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യാനുള്ള എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡി നടത്തണോ വേണ്ടയോ എന്നൊക്കെയാണ് നമ്മൾ സ്ക്രീനിങ് പ്രോസസ്സിൽ പറയുന്നത്. ഈ സ്കോപ്പിംഗ് പ്രോസസ്, ഈ സ്ക്രീനിങ് പ്രോസസ്സിനെ തന്നെ നമ്മൾ എല്ലാ എൻവയോൺമെന്റൽ എഫക്ട്സും പറയില്ല, ഏതെങ്കിലും 1-2 എൻവയോൺമെന്റൽ എഫക്ട്സ് എന്താണ് ഇമ്പാക്ട് സ്റ്റഡി നടത്തിയാലോ മതിയോ എന്നൊക്കെയാണ് അവിടെ പറയുന്നത്. നെക്സ്റ്റ് വൺ സ്കോപ്പിംഗ് is the process of determining which are the most critical issues to study and will involve community participation to some degree. It is at this early stage that environmental impact assessment can most strongly influence the outline proposal. അപ്പോൾ സ്കോപ്പിങ്ങിനകത്ത് നമ്മൾ ഏതൊക്കെ എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റഡീസ് ആണ് ആദ്യം നടത്തുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഒരു മിനറൽ വാട്ടർ പ്ലാന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ അതിനുള്ള പെർമിഷൻ പോവാണ്. അപ്പോൾ ഒരു എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റഡി നടത്തണമെന്ന് പറഞ്ഞു. അപ്പൊ എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റഡി നടത്താൻ നേരത്ത് ഫസ്റ്റ് എന്താണ്, ഫസ്റ്റ് ഏത് സ്റ്റഡി നടത്തണം. ഇപ്പൊ അത് എയറിന്റെ സ്റ്റഡി, എയർ ക്വാളിറ്റി സ്റ്റഡി നടത്തണോ, അല്ലെങ്കിൽ സോയിലിന്റെ ക്വാളിറ്റി സ്റ്റഡി നടത്തണോ, അങ്ങനെ ഏത് ക്വാളിറ്റി സ്റ്റഡി നടത്തണം. പിന്നെ എന്താണ് ഈ സ്കോപ്പിങ്ങിനകത്ത് നമ്മൾ അടുത്തുള്ള നിയർ ബൈ ഏരിയയിലുള്ള ആൾക്കാരുടെ അവരുടെ സജഷൻസും നമ്മൾ വാങ്ങാറുണ്ട്. അപ്പൊ അവരെ എന്തെങ്കിലും അഡ്വേഴ്സ് എഫക്ട് ചെയ്യുമോ, ഈ ഒരു പ്ലാന്റ് ഒരു ഫാക്ടറി വന്നു കഴിഞ്ഞാൽ അവരെ എങ്ങനെ അഡ്വേഴ്സ് ആയിട്ട് എഫക്ട് ചെയ്യും. ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്ന അവിടുത്തെ നിയർ ബൈ സറൗണ്ടിങ് ഏരിയാസിൽ താമസിക്കുന്ന ആൾക്കാരെ ആയിരിക്കും. അപ്പൊ അവരുമായിട്ട് ഇന്ററാക്ഷൻ ഒക്കെയാണ് നമ്മൾ സ്കോപ്പിങ്ങിനകത്ത് പറയുന്നത്. അതേ കണക്ക് തന്നെ ഏത് എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റഡി നമ്മൾ ആദ്യമേ നടത്തണം, ഇൻ ഡീറ്റെയിൽ നടത്തണം, അതൊക്കെയാണ് സ്കോപ്പിങ്ങിനകത്ത് പറയുന്നത്. ഡീറ്റെയിൽഡ് prediction and mitigation studies follow scoping are carried out in parallel with feasibility studies. The main output of the report is called as an environmental impact statement. അപ്പോൾ നമ്മൾ ഈ സ്റ്റഡീസ് ഒക്കെ നടത്തി നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതാണ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റേറ്റ്മെന്റ് ആൻഡ് കണ്ടെയ്ൻ ഡീറ്റെയിൽഡ് പ്ലാൻ ഫോർ മാനേജിങ് ആൻഡ് മോണിറ്ററിംഗ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് ബോത്ത് ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ഇംപ്ലിമെന്റേഷൻ. സോ നമ്മൾ ഈ സ്റ്റഡീസ് നടത്തി നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന പേപ്പറാണ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഇറ്റ് കണ്ടെയ്ൻ എ ഡീറ്റെയിൽഡ് പ്ലാൻ ഫോർ മാനേജിങ് ആൻഡ് മോണിറ്ററിംഗ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് ബോത്ത് ഡ്യൂറിങ് ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഡ്യൂറിങ് ദ പ്രോജക്ട്. ലാസ്റ്റ് എന്തായിരുന്നു പറഞ്ഞ ഒരു ഓഡിറ്റ് റിപ്പോർട്ട്. ഫൈനലി ആൻ ഓഡിറ്റ് ഓഫ് EIA process carried out sometime after implementation. The audit serves as a useful feedback
and learning function. അപ്പോൾ 5 steps ആണ് നമുക്ക് environmental impact studiesനകത്തുള്ളത്. And the first one is called screening, second one scoping, third one prediction and mitigation, fourth one management and monitoring, and last one audit. ഇതിനകത്ത് ഈ സ്ക്രീനിങ്ങും സ്കോപ്പിങ്ങും ആണ് യൂഷ്വലി എക്സാമിന് ചോദിക്കുക. സ്കോപ്പിംഗ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ഫ്ലോ ഡയഗ്രാം ആണ്. ഈ ഫ്ലോ ഡയഗ്രാം പഠിക്കണം. അപ്പോൾ ഫ്ലോ ഡയഗ്രാമത്തിനകത്ത് പറയുന്നുണ്ട് ഫ്ലോ ഡയഗ്രാം ഓഫ് EIA പ്രോസസ് ആൻഡ് പാരലൽ സ്റ്റഡീസ്. അപ്പോൾ അതിനകത്ത് ആ ഫസ്റ്റ് 4 സ്റ്റേജിനകത്ത് നമ്മൾ പബ്ലിക് കൺസൾട്ടേഷൻ, നമ്മളെ നിയർ ബൈ ഏരിയ, ഇപ്പോൾ ഒരു ഫാക്ടറി കൺസ്ട്രക്ട് ചെയ്യുവാണെങ്കിൽ ആ ഫാക്ടറിക്ക് നിയർ ബൈ സറൗണ്ടിങ് ഏരിയയുള്ള ആൾക്കാരുമായിട്ടുള്ള ഡയറക്റ്റ് കൺസൾട്ടേഷൻ നടത്തും ഈ 4 സ്റ്റെപ്പിൽ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്തൊക്കെയാ ചെയ്യുന്നത് നോക്കാം. പ്രോജക്ട് സ്ക്രീനിങ്. അതായത് ഈസ് ആൻ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡി ഈസ് നീഡഡ് ഓർ നോട്ട്. അപ്പോൾ വളരെ ചെറിയൊരു പ്ലാന്റിന്റെ കൺസ്ട്രക്ഷൻ ഒക്കെ ആണെങ്കിൽ, എന്താണ്, ഒരു മിനിയേച്ചർ ഫോം ഓഫ് കൺസ്ട്രക്ഷൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് ആ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡി, കുടിൽ വ്യവസായം പോലെ നമ്മൾ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്, പല കൺസ്ട്രക്ഷൻസും നടത്താറുണ്ട്. അങ്ങനെയുള്ളതിനൊക്കെ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡി വേണമെന്നില്ല, കുടിൽ വ്യവസായങ്ങളൊക്കെ. അപ്പൊ അതാണ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് പ്രോജക്ട് സ്ക്രീനിങ്. ഈസ് ആൻ EIA നീഡഡ്. ഒരു എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡി നടത്തണോ വേണ്ടയോ. ഇനി സ്കോപ്പിംഗ്, വിച്ച് ഇമ്പാക്ട്സ് ആൻഡ് ഇഷ്യൂസ് ടു ബി കൺസിഡർ. അപ്പോൾ ഏതൊക്കെ സ്റ്റഡീസ് ആണ് ആദ്യമേ നടത്തുക? എയറിന്റെ സ്റ്റഡി ആണോ, വാട്ടറിന്റെ സ്റ്റഡി ആണോ, സോയിലിന്റെ സ്റ്റഡി ആണോ? അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടും ആദ്യമേ നടത്തേണ്ടത്, നമുക്ക് ഒഴിവാക്കാം. ഇനി തേർഡ് വൺ, ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പ്രോജക്ട് ഓർ ഡെവലപ്മെന്റ് ആക്ഷൻ. അപ്പൊ ആ പ്രോജക്ടിന്റെ ഡിസ്ക്രിപ്ഷനും അതിന്റെ പ്രൊസീജിയേഴ്സും ഒക്കെയാണ് അടുത്തതിനകത്ത് പറയുന്നത്. ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ എൻവയോൺമെന്റൽ ബേസ് ലൈൻ. Description of the environmental baseline. Next one, identification of key impacts. എന്തൊക്കെ ഇമ്പാക്ട്സ് നമ്മൾ റഫ് ഒരു ഐഡിയ സെലക്ട് ചെയ്യണം, എന്തൊക്കെ ഇമ്പാക്ട്സ് കോസ് ചെയ്യാം. ഇനി സെക്കൻഡ് നോക്കിക്കേ, പ്രഡിക്ഷൻ ഓഫ് ഇമ്പാക്ട്സ്. എന്തൊക്കെ ഇമ്പാക്ട്സ് ഈ സ്റ്റഡി കൊണ്ട്, അല്ലെ എന്തൊക്കെ ഇമ്പാക്ട്സ് ഈ ഒരു കൺസ്ട്രക്ഷൻ കൊണ്ട് അല്ലെങ്കിൽ ഒരു ഫാക്ടറി കൊണ്ടുണ്ടാവും. നെക്സ്റ്റ് വൺ, evaluation and assessment of significance of impacts. അപ്പോൾ അതിൻ്റെ ഒരു ഇവാലുവേഷൻ എന്തുമാത്രം, ഫോർ എക്സാമ്പിൾ എയർ പൊല്യൂഷൻ ആണ്. എയർ പൊല്യൂഷൻ എന്തുമാത്രം എയർ പൊല്യൂഷൻ ഒരു ദിവസം ഇത് കോസ് ചെയ്യും, അതുകൊണ്ടുണ്ടാകുന്ന അഡ്വേഴ്സ്. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ഐഡന്റിഫിക്കേഷൻ ഓഫ് മിറ്റിഗേഷൻ മെഷേഴ്സ്. എങ്ങനെ നമുക്ക് ഇതിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ പറഞ്ഞു എയർ പൊല്യൂഷൻ കോസ് ചെയ്യുന്നുണ്ട്, അപ്പൊ എയർ പൊല്യൂഷനെ എങ്ങനെ അതിന്റെ എഫക്ട്, എന്താണ് അതിന്റെ ക്വാണ്ടിറ്റി എങ്ങനെ കുറയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ ആ പുറത്തേക്ക് പുറന്തള്ളുന്ന എയറിന്റെ ക്വാളിറ്റി എങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ അഡീഷണൽ മെഷേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും മെഷേഴ്സ് കൊടുത്ത് ആ ഒരു എയറിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്ത് പുറത്തേക്ക് തള്ളാൻ പറ്റും. അതൊക്കെയാണ് അവിടെ പറയുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പില്, നമ്മുടെ തേർഡ് സ്റ്റെപ്പില്, പ്രസന്റേഷൻ ഓഫ് ഫൈൻഡിങ്സ് ഇൻ ആൻ EIS, എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റഡീസിന്റെ നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളുടെ ഒരു പ്രസന്റേഷൻ നടത്തുവാണ്. ഇനി റിവ്യൂ ഓഫ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റഡി. അപ്പോൾ ഈ സ്റ്റേജിൽ നമ്മൾ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റിന്റെ ഒരു റിവ്യൂ നടത്തുവാണ്. ആ റിവ്യൂ നടത്തിയിട്ട് അതിനകത്ത് ഒരുപാട് സജഷൻസ് വരും. അപ്പൊ നമ്മൾ ഇത്രയും ചെയ്ത സ്റ്റെപ്സ്, ഫസ്റ്റ് എന്താണ്, പ്രോജക്ട് സ്ക്രീനിങ് ആണ്. ഒരു എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡി നടത്തണോ വേണ്ടയോ എന്നുള്ള സ്ക്രീനിങ് നടത്തി. സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താണ്, സ്കോപ്പിംഗ് ആണ്. സ്കോപ്പിംഗ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഐറ്റംസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് നോക്കി. പിന്നെ പറയുന്ന ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പ്രോജക്ട്, ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ എൻവയോൺമെന്റ് ബേസ് ലൈൻ, ഐഡന്റിഫിക്കേഷൻ ഓഫ് കീ ഇമ്പാക്ട്സ്, പ്രഡിക്ഷൻ ഓഫ് ഇമ്പാക്ട്സ്, എന്തൊക്കെയാണ് അവിടെ കൂടുതലായിട്ടും എഫക്ട്, ഇവാലുവേഷൻ ആൻഡ് അസസ്മെന്റ്, ഐഡന്റിഫിക്കേഷൻ ഓഫ് മിറ്റിഗേഷൻ മെഷേഴ്സ്, പിന്നെ പ്രസന്റേഷൻ ഓഫ് ഫൈൻഡിങ് ഇൻ ആൻ EIS സമ്മറി. അപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റഡീസ് എല്ലാം ചെയ്തിട്ട് അതിന് നമ്മൾ പ്രസന്റ് ചെയ്യണം. ബോർഡ് ഓഫ് മെമ്പേഴ്സ് റിവ്യൂ ചെയ്യും. അപ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്ത പേപ്പേഴ്സ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റഡിയുടെ അതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രസന്റ് ചെയ്യാണ് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് മുമ്പിൽ, അല്ലെങ്കിൽ ഗവൺമെന്റ് അതോറിറ്റീസിന്റെ മുമ്പിൽ. എന്നിട്ട് അവരത് ചിലപ്പോൾ അതിനകത്ത് എന്തെങ്കിലും സജഷൻസ് പറയും, അല്ലെങ്കിൽ കുറച്ചും കൂടി സ്റ്റഡീസ് നടത്തണമെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും ഈ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി സ്റ്റഡി ചെയ്യും. അല്ലെങ്കിൽ ആ റിവ്യൂ മീറ്റിംഗിൽ എന്ത് ചെയ്യും, ഡിസിഷൻ ഫൈനലൈസ് ചെയ്യും. ഇപ്പൊ നമുക്ക് ഇതിന് അപ്രൂവൽ കൊടുക്കാം, അപ്രൂവൽ കൊടുത്താലും ഇന്ന കാര്യങ്ങൾ ചെയ്തതിനു ശേഷമേ അപ്രൂവൽ കൊടുക്കുള്ളൂ. അതാണ് ഈ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, പോസ്റ്റ് ഡിസിഷൻ മോണിറ്ററിംഗ്. നെക്സ്റ്റ് വൺ, ഓഡിറ്റിംഗ് ഓഫ്
predictions and of mitigation measures. So decision എടുക്കുവാണ്, decision എടുത്തിട്ട് നമ്മൾ അതിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് ചിലപ്പോൾ ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എന്താണ് EIA പീപ്പിൾസ് എൻവയോൺമെന്റ് ബാക്ക് സ്റ്റഡി നടത്തിയ ആൾക്കാർ അവർ ചെയ്യുന്നുണ്ടോ, അതിനുശേഷം പ്രോജക്റ്റ് റൺ ചെയ്ത് കഴിയുമ്പോഴും ആ പറഞ്ഞ രീതിയിലാണോ പ്രോജക്റ്റ് റൺ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ വാട്ട് ആർ ദ ഡേറ്റ റിക്വയർമെന്റ്? ഒരു എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡി നടത്താനുള്ള ഡേറ്റാസ് എന്തൊക്കെ വേണം? ഫസ്റ്റ് വൺ, പ്രോജക്റ്റ്. ആ പ്രോജക്റ്റ് ഏത് ടൈപ്പ് പ്രോജക്റ്റ് ആണ്, ആ പ്രോജക്റ്റിന്റെ സൈസ് എത്രയാണ്, ആ പ്രോജക്റ്റിന്റെ ലൊക്കേഷൻ എത്രയാണ്. പറയുമ്പോൾ നമുക്ക് ഒരു ദിവസം ഇപ്പം എന്താണ് മിനറൽ വാട്ടർ പ്ലാന്റ് ആണ് എടുക്കുന്നതെങ്കിൽ ഒരു ദിവസം ഇത്ര ബോയിൽസ്, ഇത്ര കുപ്പി വെള്ളം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആയിരിക്കും. അതാണ് ആ സൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഏത് ടൈപ്പ് പ്രോജക്റ്റ് ആണ്, ലൊക്കേഷൻ ഓഫ് ദ പ്രോജക്റ്റ്, ആ പ്രോജക്റ്റ് എവിടെയാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇനി ഏരിയ ഓഫ് പൊട്ടൻഷ്യൽ ഇമ്പാക്ട്, ഫിസിക്കൽ റിസോഴ്സസ്, ബയോളജിക്കൽ റിസോഴ്സ്. അപ്പൊ ആ ഫാക്ടറി കൊണ്ട് ഉണ്ടാകുന്ന അഡ്വേഴ്സ് ഇഫക്ട്സ് ഒക്കെയാണ്. ഫിസിക്കൽ റിസോഴ്സ്, biological resource, economical development resource, quality of life, and other existing and planned projects. അപ്പോൾ ഇത്രയും മാത്രമേ നമുക്ക് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡീസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി externalities of environmental impact assessment. What are the positive externalities? So positive externalities studies എന്ന് പറയുമ്പോൾ ന്യൂ ജോബ്സ് ക്രിയേറ്റഡ്, എക്കണോമിക് ഗ്രോത്ത് സ്റ്റിമുലേറ്റഡ്. അപ്പോൾ ഒരു ഫാക്ടറി സ്റ്റാർട്ട് ചെയ്ത് കഴിയുവാണെങ്കിൽ പുതിയ എന്താണ് ഒരു ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ജോബ് ക്രിയേറ്റ് ചെയ്യും. ജോബ് ക്രിയേറ്റ് ചെയ്ത എന്താണ് എക്കണോമി അതേ കണക്കിന് വളരുവാണ്. ഗ്രോത്ത് ഓഫ് ലോക്കൽ ബിസിനസ്, ഡെവലപ്മെന്റ് ഓഫ് സപ്പോർട്ടിംഗ് ആൻഡ് കോംപ്ലിമെന്ററി ഇൻഡസ്ട്രീസ്. ഇപ്പോൾ ഒരു നേരത്തെ പറഞ്ഞ ഒരു മിനറൽ വാട്ടർ പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ ആ മിനറൽ വാട്ടർ പ്ലാന്റ് ബോട്ടിൽസ് മാനുഫാക്ചർ കമ്പനീസും അതിനകത്ത് സ്റ്റിക്കേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കമ്പനീസും ഒക്കെ എന്ത് ചെയ്യും, ഇൻ അഡീഷൻ അവർക്കും ഒരു ഇൻകം ജനറേറ്റിംഗ് ആണ്. ഇൻഫ്ലക്സ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഡിസ്പോസിബിൾ ഇൻകം. ഇൻ അഡീഷൻ നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റീസ് എന്ന് പറയുമ്പോൾ ഇമ്പാക്ട് ഓൺ ഹെൽത്ത് ഓഫ് ലോക്കൽ പോപ്പുലേഷൻ. എന്തെങ്കിലും ഇൻ കേസ് എന്തെങ്കിലും പൊല്യൂട്ടൻസ് വരുവാണെങ്കിൽ അത് നിയർ ബൈ എഫക്ട്, ഇമ്പാക്ട് ഓൺ ഹെൽത്ത് ഓഫ് ലോക്കൽ പോപ്പുലേഷൻ. Increase in crime and deviant behavior, additional pressure on the existing physical infrastructure, that is sewage water supply. ഇപ്പൊ മിനറൽ വാട്ടർ പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് എന്താണ്, അവർക്ക് വേണ്ട മെയിൻ സോഴ്സ് എന്താണ്, വാട്ടർ സോഴ്സ് ആണ്. അപ്പോൾ വാട്ടർ സോഴ്സ് എന്താണ്, ചിലപ്പോൾ നിയർ ബൈ വാട്ടർ സപ്ലൈ, ഇപ്പൊ അവർ വലിയൊരു കിണർ കുഴിച്ച് അവിടെ നിന്നാണ് വാട്ടർ എടുക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും, ആ അവര് കുഴിച്ച കിണറിന് സൈഡിലുള്ള കിണറിൽ നിന്നൊക്കെ എന്ത് ചെയ്യും, വാട്ടറിന്റെ ക്വാണ്ടിറ്റി കുറഞ്ഞുകൊണ്ടേ ഇരിക്കും. ഡിക്ലൈൻ ഇൻ കമ്മ്യൂണിറ്റി കോഹിഷൻ, changed cultural values. ഇനി എൻവയോൺമെന്റൽ ഇമ്പാക്ട്സ് എന്തൊക്കെ വരാം? ഡിപ്ലീഷൻ ഓഫ് നാച്ചുറൽ. അപ്പൊ ഏതൊരു ഫാക്ടറി സ്റ്റാർട്ട് ചെയ്താലും അവിടെ ഒരുപാട് നാച്ചുറൽ എന്താണ് നേച്ചറിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് സാധനങ്ങൾ റോ മെറ്റീരിയൽസ് ആയിട്ട് യൂസ് ചെയ്യും. സോ ഡിപ്ലീഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. ഡിസ്ട്രക്ഷൻ ഓൺ ഹാബിറ്റാറ്റ്. So it will change the pH level, oxygen level, and toxicity of water. Increase in toxicity of air. അപ്പോൾ എയർ പൊല്യൂഷൻ ഇൻക്രീസ് ചെയ്ത് കഴിയുകയാണെങ്കിൽ എന്താണ്, എയറിന്റെ ടോക്സിറ്റി ഇൻക്രീസ് ചെയ്യും. Causes global warming and ozone depletion. So causes global warming and ozone layer depletion. നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ നമുക്ക് എന്തൊക്കെ ലോസ് ആണ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റിന് ഇപ്പോൾ നിലവിലുള്ളത്. The Ministry of Environment and Forest is the agency of environmental clearance. It is necessary. It may consult a committee of experts with a composition specified in Schedule 3 of notifications. റെഫർ ചെയ്യുന്ന 4 ലോസ് ആണുള്ളത്. വാട്ടർ ആക്ട്, ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്, എയർ ആക്ട്, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട്. അപ്പൊ ഇത്രയും ആക്ട്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡീസ് ഇന്ത്യയിൽ നമ്മൾ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജസ്റ്റ് ഒരു ബേസിക് ആയിട്ട് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് സ്റ്റഡി എന്താണ്, അതിന്റെ എഫക്ട്സ് എന്താണ്, അതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്, അതിന്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനകത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഷുവർ ആയിട്ടും എക്സാമിന് ചോദിക്കും. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.